ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അനിയത്തിപ്രാവിന് കപ്പ് നേടി കൊടുക്കുമ്പോൾ ചേട്ടന്മാരായി സായി നമ്മുടെ സിജോയും കൂടെ കൂടി. വേറെ ആരുമല്ല, നമ്മുടെ നന്ദനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ പെടയെന്നിരിക്കുകയാണ്. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് നന്ദനെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. വേറെ ആരുമല്ല, നമ്മുടെ സിജോയും സായും കൂടിയാണ്. നല്ല കാര്യമാണ് ഒരു സഹോദരി ഉള്ളത്. പക്ഷേ നന്ദനയ്ക്ക് ഇതും കൂടെ കാണുമ്പോൾ അഹങ്കാരം അങ്ങോട്ട് കൂടുകയാണ്. വേറൊന്നും പറയുന്നില്ല. നല്ല രീതി ഗെയിം കളിക്കുകയാണെങ്കിൽ ആ കുട്ടി ടോപ്പ് 5 എത്തിയാണ്. റസ്മിൻ കഴിഞ്ഞാലും ജാസ്മിൻ കഴിഞ്ഞാലും ഒരുപക്ഷെ ഏറ്റവും കൂടെ ഹേറ്റേഴ്സ് സമ്പാദിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ നന്ദനയാണ്. നമ്മൾ അറിയാം, നമ്മൾ ചെന്നപ്പോൾ തൊട്ട് ജിൻഡോ ചട്ട എന്നും പറഞ്ഞ് കൂടിയ കുട്ടിയാണ്. ഇപ്പം സിജോയുടെയും സായിയുടെയും വലയത്തിലാണ്. സഹോദരി എന്നാണ് പറയുന്നത്. നല്ല കാര്യം, സഹോദരി ഉള്ളത് നല്ലതാണ്. ഇവരിഞ്ഞ് സഹോദരിക്ക് കപ്പ് കൊടുക്കും. ഇവർക്ക് കിട്ടുന്ന കപ്പ് സഹോദരിക്ക് കൊടുക്കുമായിരിക്കും അല്ലേ? ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം. എന്നാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ സഹോദരി ചെയ്ത തെറ്റും കൂടെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. എന്ത് പറഞ്ഞാലും ഈ കുട്ടി എന്താ കാണിക്കുന്നത്, എന്താ പറയുന്നത്, ഈ കുട്ടിക്ക് തന്നെ അറിയാം. എന്നാ പറഞ്ഞു കൊടുക്കണം, എടി ഇങ്ങനെ സംസാരിക്കണം, ഒരാളോട് കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. അത് ആകെ സംസാരിക്കുന്ന ജിൻഡോട് മാത്രമേ ഉള്ളൂ എതിരിട്ട് സംസാരിക്കുള്ളൂ. വേറെ ആരോടും സംസാരിക്കുകയില്ല. എന്ന് വെച്ചാൽ നല്ല പോലെ കിട്ടുമെന്ന് പറയും. ജാസ്മിനെതിരെ കളിക്കും എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ ഞാൻ അവിടെ നിന്ന് ചാവിട്ടി പുറത്താക്കും ലാലട്ടാ, അവളെ ഞാൻ മിണ്ടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് 1-2 പ്രാവശ്യം ഒന്ന് കിട്ടിയപ്പോൾ മനസ്സിലായി ജാസ്മിന് ഇവിടെ ജയിക്കത്തില്ലെന്ന്. എന്നാ പിന്നെ ജിൻഡോയാകുമ്പോൾ പിന്നെ നിൽക്കുമല്ലേ, ഏത് ചാഞ്ഞ് മുമ്പ് കയറാനുള്ള ഇതാണല്ലോ, ആർക്ക് വേണമെങ്കിലും കയറാമല്ലോ, ചാഞ്ഞ മരമാണല്ലോ അല്ലേ? അപ്പോൾ ജിൻഡോയുടെ നേരെയായി. അതോടുകൂടി ആ കുട്ടിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. എന്നാ പിന്നെ ചേട്ടന്മാരെ ഇവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ ഇനി ഇവർ കപ്പ് ഇവർക്ക് കിട്ടുവാണെങ്കിൽ, കപ്പ് വല്ലതും കിട്ടുവാണെങ്കിൽ ഇവർ വെറുതെ കിട്ടുന്ന പൈസയൊക്കെ നമ്മുടെ നന്ദനയ്ക്ക് കൊടുക്കും. ഇപ്പോഴും അവർ പറയുന്നുള്ള ഒരു കാര്യമാണ്, നന്ദനയ്ക്ക് വീടില്ല, വീട് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർ ഒരു കാര്യം ചെയ്യട്ടെ, ഇവർക്ക് കിട്ടുന്ന 2 പേർക്ക് കിട്ടുന്ന പൈസ എടുത്ത് നന്ദനയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നന്ദനയ്ക്ക് ഉറപ്പായിട്ടും വീട് വെക്കാം. ചേട്ടന്മാരല്ലേ, അതെന്താ ചെയ്യാനത് ഇവർ? അത് പള്ളി പറഞ്ഞാൽ മതി അല്ലേ? പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർ നന്ദനയോടുള്ള സ്നേഹം കൊണ്ട് അവർ നന്ദനയ്ക്ക് ഇത് കൊടുത്തെന്ന് വരും. നല്ല കാര്യം. അപ്പോൾ എൻ്റെ ഈ കൊച്ചുകുട്ടിയോട് അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.